ഗോവിന്ദൻ IPS. രവിയേട്ടൻ എന്തു പറ്റി? എന്റെ ജീവിതത്തിന്റെ വഴി തിരിച്ചുവിട്ട ദൈവമല്ലേ, പടം വെച്ച് പൂജിക്കാന്ന് വിചാരിച്ചു. ഭജഗോവിന്ദൻ. വായിച്ചില്ലേ നീ പത്രത്തില്? ഗോവിന്ദൻ IPS കൺഫർ ചെയ്ത് കിട്ടാൻ പോകുന്നു. മുകളിൽ നിന്ന് ആരുടെയോ ഔദാര്യം. കൺസിഡറിംഗ് എസ് നൊട്ടോറിയസ് സർവീസസ്. നാളെ രാത്രി മലയാളികളുടെ ക്ലബിൽ സ്വീകരണം. ഹരി, നിന്റെ മാഡത്തിന് മെമ്പർഷിപ്പ് ഉണ്ടോ ഈ കൈരളി ക്ലബിൽ? അറിയില്ല. വായ്. വാ. ഹലോ, കൈരളി ക്ലബ് സെക്രട്ടറിക്ക് ഒന്ന് കൊടുക്കൂ. ദിസ് ഇസ് ഫ്രം DCP's ഓഫീസ്. അതെ, ഒരു വിവരം അറിയണം. നാളത്തെ ഗസ്റ്റ് ലിസ്റ്റിൽ മിസ് അലക്സാൻഡ്ര അമിലിയ ഫെലിക്സിന്റെ പേരുണ്ടോ? നോ? ഇസ് ഷി എ മെമ്പർ? ഗുഡ്. അവരുടെ പേര് ഇന്ന് തന്നെ അതിഥികളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം. ആൻഡ് സെൻഡ് ഹെർ ആൻ ഇൻവിറ്റേഷൻ ബൈ ഹാൻഡ്. ഇപ്പൊ തന്നെ വേണം സർ. നാളത്തെ ചടങ്ങിന് ഇന്ന് രാവിലെയെങ്കിലും ക്ഷണിച്ചില്ലെങ്കിൽ അതിന്റെ നാണക്കേട് ഗോവിന്ദൻ സാറിനല്ലേ. പ്ലീസ്. താങ്ക് യു. ഡാഡിയുടെ കാലത്തുള്ള മെമ്പർഷിപ്പ് ഇത്. ബട്ട് ഐ നെവർ ലൈക്ക് ദാറ്റ് പ്ലേസ്. അറിയാം, ഇഷ്ടമല്ലെന്നറിയാം. പക്ഷെ ഇക്കാര്യത്തിൽ മാഡം എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ. മാഡത്തിന്റെ കൂടെ അല്ലെങ്കിൽ എനിക്ക് ആ ചടങ്ങിലൊന്ന് കടന്നുകൂടാൻ പറ്റില്ല. ലുക്ക് രവി, യൂഷ്വലി ഞാൻ ഇങ്ങനെയുള്ള പാർട്ടികൾക്കൊന്നും പോകാറില്ലെന്നല്ലേ? ഞാനും പോകാറില്ല. അല്ലെങ്കിൽ തന്നെ ജയിലിൽ ആർക്കാ മാഡം ഈ പാർട്ടിയും ആഘോഷങ്ങളും ഒക്കെ? ഓക്കെ, എഗ്രി. നമുക്ക് ഒരുമിച്ച് പോവാം. താങ്ക് യു മാഡം. അതെ, ഈ മാഡം എന്നുള്ള വിളിയുണ്ടല്ലോ, അതെന്റെ സ്റ്റാഫിന്റെ മാത്രം പ്രിവിലേജാ. യു ക്യാൻ കോൾ മീ സാൻഡ്ര. ഷുവർ മിസ് സാൻഡ്ര. ഓ സോറി, രവിക്ക് കുടിക്കാൻ എന്താന്ന് ചോദിച്ചില്ല. എന്താ വേണ്ടത്? ഇഫ് യു ഡോണ്ട് മൈൻഡ്, സംതിങ് ഹോട്ട്. യു മീൻ ലിക്കർ? അങ്ങനെ ശീലമായിട്ടൊന്നുമില്ല, ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് പണ്ടേട്ടന്റെ കൂടെ വല്ലപ്പോഴും. ബട്ട് ടുഡേ രണ്ടെണ്ണം വീശിയിട്ടാണെങ്കില് ഒരു ധൈര്യം കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാ. ബുദ്ധിമുട്ടാണെങ്കില് ഏയ് നെവർ. പ്ലീസ് കം. ഇതൊക്കെ ഡാഡിയുടെ കളക്ഷൻസാ. ഡാഡി മരിച്ച പിന്നെ തുറന്നിട്ടില്ല. What would you have? Cognac? Chivas? Champagne? What do you like? Come on. Help yourself. താങ്ക് യു. എന്താ ഇത്? എന്തായാലും യുദ്ധത്തിന് ഇറങ്ങാൻ രവി തീരുമാനിച്ചല്ലേ. ഒരായുധം ഉണ്ടാവട്ടെ കയ്യില്. സ്വയരക്ഷയ്ക്കെന്ന് കരുതിയാ മതി. ഇതും ഡാഡിയുടെ കളക്ഷൻ? ആ യെസ്.
നമ്മുടെ ക്ലബിന്റെ മുൻ പ്രസിഡന്റും സിറ്റിയിലെ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറുമായ ശ്രീ ഗോവിന്ദനെ ഈ IPS സ്ഥാനലബ്ധിയുടെ പേരിൽ ഞാൻ ഒരിക്കൽ കൂടി അനുമോദിക്കുന്നു. ഹലോ, കൺഗ്രാറ്റുലേഷൻസ്. തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? സോറി, ശിക്ഷ കഴിഞ്ഞു. 2 വർഷം കഠിന തടവ്. 2 വർഷം കൊണ്ടൊരു പുരുഷായുസ് അവസാനിച്ചു പോകുമെന്ന് കരുതി അല്ലേ? ബട്ട് എനിക്ക് തെറ്റി. ആസ് ഐ സ്വോർ ഐ എം ബാക്ക്. മേ വാപ്പസ് ആയാ ഹൂം ഭായ് സാബ്. നിനക്കൊക്കെ എന്താണ് വേണ്ടത് റാസ്കൽ? ഏയ് ഈസി ഈസി മാൻ. രവി, ലുക്ക്, ഇത് നിങ്ങളുടെ ദിവസമാണ്. എവറി ഡോഗ് ഹാസ് ഇറ്റ്സ് ഓൺ ഡേ എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിലും ഇത് ഗോവിന്ദൻ എന്ന നായയുടെ ദിവസമാണ്. വാട്ട് ഈസ് ദിസ്? എന്താ ഇത്? രവി, എന്താ സർ? പിടിച്ച് പുറത്ത് കളയിച്ചെന്തിയെ? പ്ലീസ് ലുക്ക് ജെന്റിൽമെൻ ആൻഡ് ലേഡീസ്. ആരാണ്? പറയാം. ലീവ് മീ അലോൺ. ഹേയ്, ഡോണ്ട് ടച്ച് മീ. പറയാം. ഐ എം ആൻ എക്സ് കോൺവിക്ട്. ദാ ഈ നിൽക്കുന്ന നിങ്ങളുടെ മാന്യാതിഥിയെ മുമ്പൊരിക്കൽ പൊതുസ്ഥലത്ത് വെച്ച് തല്ലാനും കൊല്ലാനും ശ്രമിച്ചതിന് 2 വർഷത്തെ കഠിന തടവ് അനുഭവിച്ച ജയിൽ പുള്ളി, ക്രിമിനൽ, ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവൻ. എന്നോടാ പറഞ്ഞത്? എടുക്കണോ കൈ? എടുക്കണ. ഇദ്ദേഹത്തിന് ഇപ്പം മുകളിൽ നിന്ന് നൂലിൽ കെട്ടിയിറക്കി കിട്ടിയതുപോലുള്ള സ്ഥാനമില്ലേ? IPS. 2 വർഷം മുമ്പ് ഊണും ഉറക്കവും ഉപേക്ഷിച്ചിരുന്ന് കഷ്ടപ്പെട്ട് പഠിച്ചു പാസ്സായവൻ. ബട്ട് ഐ ലോസ്റ്റ് ഇറ്റ്. I lost my IPS between the cup and the lip because of this bastard. You bloody... Please. നിങ്ങൾക്കറിയില്ല അവനെ. മാന്യതയുടെ ഈ പുറന്തോടിനുള്ളിലെ യഥാർത്ഥ ഗോവിന്ദനെ നിങ്ങൾക്ക് ആർക്കും അറിയില്ല. He is a pimp. അർഹത കൊണ്ട് കിട്ടിയതല്ല. അധികാരികളുടെയും അധോലോക രാജാക്കന്മാരുടെയും വീട്ടില് അടിച്ചു തളിച്ചും അരിയാട്ടിക്കൊടുത്തും അടുക്കളപ്പണി ചെയ്തും അകത്തുള്ളവന്മാരുടെയൊക്കെ അടിപ്പാവാട വരെ നനച്ചു കൊടുത്തും കിട്ടിയ പദവികളെ അവനുള്ളൂ. അതിന്റെ മാന്യത അവനുള്ളൂ. He is a cheap, impudent bastard. മൈൻഡ് യു ആർ ബീങ് ടേപ്ഡ്. ഇത്തവണ കള്ളത്തെളിവുണ്ടാക്കി കോടതിയെ കബളിപ്പിക്കാൻ കഴിയില്ല സർ. സോറി. Bear it in your mind. ഈ IPS നഷ്ടപ്പെട്ടാൽ ഉണ്ടാവുന്ന ദുഃഖം എന്താണെന്ന് നിന്നെ ഞാൻ അറിയിക്കും. By hook or crook. Thank you and up yours. എനിക്കറിയാം, ഏട്ടന്റെ ഒപ്പം ഞാൻ ഒന്നിനും ഇറങ്ങി പുറപ്പെടാൻ പാടില്ല അല്ലേ? അതല്ലേ ഏട്ടന്റെ മനസ്സിൽ? ഹരി, തിരിച്ചൊരു തവണ കൂടി ജയിലിൽ പോകേണ്ടി വന്നാലും പുറത്ത് ഏട്ടത്തിക്കും സുതയ്ക്കും നീ ഉണ്ടാവണം. അതാണ് ഏട്ടന്റെ ആശ്വാസം. പിന്നെ കണക്ക് തീർക്കുന്നതിലും അപ്പുറം വേറെ ഇല്ലേ നിനക്ക് കടപ്പാടുകൾ? രേഖ, നമ്മളൊക്കെ പ്രതീക്ഷിച്ചതുപോലെയും കണക്കുകൂട്ടിയതുപോലെ അല്ലല്ലോ ഏട്ടാ ഒക്കെ സംഭവിച്ചത്. സോ forget that. നോ പ്ലീസ്. ഏട്ടൻ തനിച്ച് ഗൗഡയ്ക്കെതിരെ എന്തിനെങ്കിലും ഇറങ്ങി പുറപ്പെടുമ്പോ വെറുതെ ഒരു കാഴ്ചക്കാരനായി നിൽക്കാൻ എനിക്ക് കഴിയില്ല. ഏട്ടന്റെ തീരുമാനങ്ങൾ എന്തൊക്കെയായാലും ഒപ്പം ഞാനും ഉണ്ടാവും. ദാറ്റ്സ് ഫൈനൽ. ഏട്ടൻ ജയിലിൽ നിന്ന് വരാനാ ഞാനും ഇതുവരെ കാത്തത്. ഹരി, ഞാൻ പറയുന്നത് നീ ഒന്ന്. നോ പ്ലീസ് രവിയേട്ടാ, don't count me out, okay? ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. മാഡം എവിടെ? 10:30 ബോർഡ് മീറ്റിംഗ് ഉണ്ട്. ഷീസ് കമ്മിങ് സാർ. Ah. ഗുഡ് മോർണിംഗ് ഹരി. ഗുഡ് മോർണിംഗ് മാഡം. ഓ മൈ ഗുഡ്നസ്, ഞാൻ ശരിക്കും ലേറ്റായല്ലേ? ആസ് യൂഷ്വൽ. അതാ സ്പീച്ച് നോട്ട്സ് ഇതിലുണ്ട്. കം ഓൺ. ഹരി, ഈ ടെൻഷനിൽ ഞാൻ ഡ്രൈവ് ചെയ്താൽ ശരിയാവില്ല, പ്ലീസ്. ഓക്കെ.
വരുന്നുണ്ട്. என்னம்மா தங்கச்சி அர்ஜென்டா இங்க போயினுக்கிற மாதிரி இருக்குது. வா வரல வா. இப்பதான் ஞாபகத்துக்கு வந்துச்சு. இன்னைக்கு 10:30 உங்க போர்டு மீட்டிங் இருக்குதுல்ல. வாணா விட்டுருமா, அது நடக்காது. எதுக்குன்னா அட என்னம்மா டைம் பாக்குறது உன் கைய போச்சான், அதுக்கு போய் இப்படி ஆகுறிய. என்னம்மா அந்த புள்ளிகள் எல்லாம் பார்த்து பயந்துட்டியா? எல்லாம் நம்ம பசங்க தான், ரொம்ப நல்ல பசங்க, ஒண்ணு பண்ண மாட்டானுங்க. உங்ககிட்ட ஒரு விஷயம் பேசணும், அதனால தான் வந்தேன். அம்மா நேத்து அந்த கிளப்ல என்ன நடந்துச்சு? அந்த கோயனை எவ்வளவு ஃபீல் பண்ணிக்கிட்டான் தெரியுமா? என் முன்னால வந்து நின்னு ஓன்னு அழுதுட்டான். அவளோட பார்த்து நான் அழுது நான் எவ்வளவு ஃபீல் பண்ணிக்கிட்டேன் தெரியுமா? சாண்ட்ரா, நீ இந்த ஜெயில் பிள்ளைங்களுக்கெல்லாம் உதவி செய்யாத, அது ரொம்ப தப்பு, அது ரொம்ப மோசம். இதாமா என் பிசினஸ். அன்னைக்கு உன் வீட்டுக்கு வந்து சில விஷயங்கள்லாம் சொன்னேன், அது உனக்கு புரியலன்னு நினைக்கிறேன், அதனோட கௌரவம் உனக்கு தெரியலன்னு நினைக்கிறேன். அதனால எங்கடா அவன்? அதான் இவன் தம்பி, தெரியும்ல. டேய் தம்பி, தங்கச்சி கொஞ்சம் புரியுற மாதிரி உன் பாஷையில எடுத்து சொல்லுடா போ. அண்ணா அன்னைக்கு சொல்லியாச்சுல, நீ வந்து இந்த சில்லு மாதிரி பார்த்தா பலமா இருக்கும், அடிச்சனா உடஞ்சிடுவேன். இருங்கடா இருங்கடா, தம்பி கிட்ட கொஞ்சம் பேசிட்டு வந்துடுறேன். ஆம்பளதான் ஒத்துக்கிறேன். ஏண்டா தம்பி, உனக்கு என்ன இவ்வளவு கோவம் வருது? அடேங்க அப்பா, உன் கண்ணுல நெருப்பே எரியுதடா. இந்த மாதிரி கண்ணை பார்த்தா எனக்கு ரொம்ப பிடிக்கும். என்கிட்ட ஒரு சின்ன கெட்ட பழக்கம் என்னன்னா, எனக்கு எது ரொம்ப பிடிக்குமோ அதை நான் எடுத்துக்குவேன். உங்க அண்ணன் ஜெய்சங்கர், அவனை பார்த்தா எனக்கு ரொம்ப இஷ்டம், அதனால அவனை உயிரோட எடுத்துக்குவேன். அம்மா, இந்த பயலை இப்படி விட்டுட்டு போல, ரொம்ப டேஞ்சர், சத்து போயிடும். தூக்கி ஹாஸ்பிட்டல் எடுத்துட்டு போ. அம்மா தங்கச்சி, அதுதான் அவனுடைய பாஷை, புரிஞ்சுச்சா? நல்லா புரிஞ்சுக்கோ. ஏய் நடுங்கடா, நடரா. He's all right, but rest வேணும்னு. No, sorry doctor, I'm taking him out. What man? Just listen to me. ரவி, ஏண்டா கழுத, நிதானமா பிரேக்க போடக்கூடாதா? எவன்டா அவன் நடு ரோட்ல சைக்கிள் நிப்பாட்டி இருக்கிறது? டேய், யாரா வழி நடுவில் சைக்கிள் வச்சு ஒண்ணுக்கு போறது? மாட்டு.
இல்லைன்னா தூக்கி எறிஞ்சிடுவேன். ஏண்டா கிண்டலா? உள்ள யாருன்னு பாரு. ஓ, வெளியே யாருன்னு பார். டேய், வெளியே வா. സൂര്യ ദേവരാജ ഗൌഡ, ദ മാഫിയ കിങ്. എതിർക്കുന്നവർക്കും ഇടഞ്ഞു നിൽക്കുന്നവർക്കുമെതിരെ സ്വന്തം നിയമസംഹിത നിഷ്കരണം നടപ്പിലാക്കുന്ന അധോലോക രാജാവ്. ഐ എം സോ പ്ലീസ് ടു മീറ്റ് യു. பரவாயில்லப்பா, நல்லாதான் பேசுற. ആമാ എടാ, മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, കൊടുത്താൽ കൊല്ലത്തും കെട്ടുവെന്ന്. അതിന്റെ അർത്ഥം അറിയോ നിനക്ക്? ഇല്ലെന്നാ പാർ. ഇത് ചില്ല്, അടിച്ച ഉടഞ്ചു പോയിടും. ഇല്ല, അടിച്ച് പൊളിക്കടാ. இப்ப புரிஞ்சுதா? நான் ரவிசங்கர், சூரியனும் சிவனும், சூரிய தேவராஜ கவுடா. ஞாபகம் வச்சுக்கோ, இந்த உலகத்துல 2 சூரிய இருக்க கூடாது. ஐ மீன் அட் a time. ஒன்னு போதும், ஒன்னு மட்டும். மைண்ட் யூ, ஜஸ்ட் one is enough. ஆமா, only one is enough. ஒண்ணு போதும். 2 சூரியன் இந்த உலகத்துக்கு இருந்தா சூடு தாங்காம எல்லாமே சுட்டு பொசுங்கிடும். இப்ப எந்த சூரியன் இருக்கணும்ன்றது தான் பிரச்சனை. தம்பி, அது உனக்கும் தெரியாது, எனக்கும் தெரியாது, அவன் ஒருத்தனுக்கு தான் தெரியும். இப்ப நீங்க நல்லா பேசுறீங்க. தோ பார், எந்த சூரியன் இருக்கணும்னு உனக்கு தெரியாது, ஆனா எனக்கு தெரியும், கரெக்டா தெரியும். இந்த விஷயத்துல கடவுள் நான் தான். கீப் இட் இன் யுவர் மைண்ட். ரவி சங்கர். 2 அக்ஷரம் மாற்றி எழுதினா ரவி சிங்கம். புரிஞ்சதா? வச்சுக்க.